ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. ക്ലാസ് 4ൻ്റെ മാത്സ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് വന്നിട്ട് വീൽസ് ഓഫ് ടൈം എന്നാണ്. ക്ലോക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റിലത്തെ ഇതാണ് കേട്ടോ. ഇൻ ദ ക്ലോക്ക് ടുഡേയ്സ് മെയിൻ പ്രോഗ്രാംസ്. ഇന്നത്തെ മെയിൻ പ്രോഗ്രാം ഇതൊക്കെയാണ്: എഗ്രികൾച്ചർ ന്യൂസ് 7:05, ഗ്രാമീണ ഭാരതം 8:31, ഗ്രാമശ്രീ 12:40, 1 o'clock ക്ലാസിക്കൽ മ്യൂസിക്, 6:45 വയലും വീടും, 9:16 എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. നമുക്ക് ലെറ്റ്സ് മാർക്ക് ദി ടൈംസ് ഓഫ് ദീസ് പ്രോഗ്രാംസ് ഇൻ ദ ക്ലോക്ക് ഗിവൺ ബിലോ. അപ്പോൾ ഈ ക്ലോക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാംസിൻ്റെ ടൈം മാർക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേത് എത്രയാണ്? എഗ്രികൾച്ചർ ന്യൂസ് 7:05. അപ്പോൾ 7 ഹവർ ഹാൻഡ് എത്രയാണ് വരിക? മണിക്കൂർ സൂചി 7ലേക്ക് വരും. 5 എന്ന് പറയുമ്പോൾ 1 അല്ലേ? അപ്പോൾ അത് അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഗ്രാമീണ ഭാരതത്തിന് ടൈം എപ്പോഴാണ് നോക്കാം. 8:31, 8:31. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8:31 എന്ന് പറയുമ്പോൾ 8ൻ്റെയും 9ൻ്റെയും നടുവിലായിരിക്കും ഹവർ ഹാൻഡ്. ഹവർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സൂചിയാണ്? വലിയ സൂചിയാണോ ചെറിയ സൂചിയാണോ? ചെറുത് അല്ലേ? അപ്പോൾ നമ്മൾ 8ൻ്റെയും 9ൻ്റെയും ഇടയിൽ വെച്ചു ചെറിയ സൂചി. ഇനി എന്താ നമ്മൾ വേണ്ടത്? 31 എന്ന് പറയുമ്പോൾ എത്ര വരിക? 5, 10, 15, 20, 25, 30 കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ 31 വരേണ്ടത് കേട്ടോ. നമ്മൾ 31. ഓക്കെ ഉണ്ടോ? 8:31. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായി. ഇനി അടുത്തത് ഏതാ വരിക? അടുത്തത് ഗ്രാമീണ ഭാരതം കഴിഞ്ഞാൽ 12:40ക്ക് ഗ്രാമശ്രീ ഉണ്ട്. 12:40ക്ക്. അപ്പോൾ 12:40ക്ക് ഗ്രാമശ്രീ. 12:40 എന്ന് പറയുമ്പോൾ 12ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് എന്ത് വരിക? ഹവർ ഹാൻഡ് വരിക. 12 ഹവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി അല്ലേ? അപ്പോൾ ചെറിയ സൂചി നമ്മൾ 12ൻ്റെയും 1ൻ്റെയും നടുക്ക് വരച്ചു. 40ക്ക് എങ്ങനെ വരിക? 5, 10, 15, 20, 25, 30, 35, 40. അപ്പോൾ 8ലാണ് എന്ത് വരിക? 40 വരിക അല്ലേ? അപ്പോൾ 8ൽ 40 വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മിനിറ്റ് ഹാൻഡ് 8ൽ നിർത്തണം. ഓക്കെ വേണ്ടോ? 12:40. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്കിവിടെ ഇത് എഴുതണം കേട്ടോ. ഇവിടെ എഴുതാനായിട്ട് ഞാനിവിടെ ഒരു ഇത് വരയ്ക്കട്ടെ. ഗ്രാമശ്രീ അല്ലേ? ഗ്രാമശ്രീ. ഓക്കെ, ഗ്രാമശ്രീ നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1 മണിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്. 1 o'clock ക്ലാസിക്കൽ മ്യൂസിക്. അപ്പോൾ 1 o'clock എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എവിടെയായിരിക്കും ഹവർ ഹാൻഡ് വരിക? അതായത് മണിക്കൂർ സൂചി എവിടെ വരും? 1 അല്ലേ? 1 ഹവർ ഹാൻഡ് വരും. ഇനി മിനിറ്റ് ഹാൻഡ് എന്തിലാണ് വരിക? 12. ഓക്കെ, 1 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഇതിലാണ് വരിക? 1 അല്ലേ? 12ലാണ് വരിക. ഓക്കെ, അപ്പം നമ്മൾ മിനിറ്റ് ഹാൻഡും വരച്ചു. അപ്പോൾ 1 o'clock എന്താ ഏത് പ്രോഗ്രാമാണ്? ക്ലാസിക്കൽ മ്യൂസിക്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് ഇതിൽ എഴുതാം. എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. ക്ലാസിക്കൽ മ്യൂസിക് എന്ന് ചെയ്തു. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? 6:45 എന്താ ഉള്ളത്? വയലും വീടും അല്ലേ? 6:45 എന്ന് പറയുമ്പോൾ ഏത്
സൂചിയാണ് വരിക 6-ൽ? 6:45. 6-ൽ 7ൻ്റെ നടുക്കാണ് വരിക. 6:45 എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡ് ഏതാണ്? 6. അപ്പോൾ ഹവർ ഹാൻഡ് ചെറിയ സൂചിയാണോ വലിയ സൂചിയാണോ? ചെറിയ സൂചി അല്ലേ ഹവർ ഹാൻഡ്. അതായത് മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ അത് ചെറിയ സൂചിയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6:45. അപ്പോൾ 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ്, 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ് എന്ത് വരിക? ഹവർ ഹാൻഡ് വരിക. ഓക്കെ, 6ൻ്റെയും 7ൻ്റെയും ഇടയിൽ ചെറിയ സൂചി വരും. അപ്പോൾ 6 എന്താ വേണ്ടേ? 3/4 അല്ലേ? 45 എന്ന് പറയുമ്പോൾ ഏതാ? 5, 10, 15, 20, 25, 30, 35, 40, 45. അപ്പോൾ 45-ൽ ഏതാണ് വലിയ സൂചി? മിനിറ്റ് ഹാൻഡ്. ഓക്കെ, മിനിറ്റ് ഹാൻഡ് ഏതാണ്? മിനിറ്റ് ഹാൻഡ് നമ്മളിവിടുന്ന് 9ലേക്ക് വലിയ ഒരു വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ 6:45 ആയി. ഇനി അടുത്തത് ഏതാ? അപ്പോൾ നമ്മളിതിൽ എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് 6:45-ന് എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നത്? വയലും വീടും. നമുക്ക് വയലും വീടും എന്ന് എഴുതാം. വയലും വീടും നമ്മളിതിൽ എഴുതി. ഇനി അടുത്ത പ്രോഗ്രാം, ലാസ്റ്റ് പ്രോഗ്രാം 9:16-ന് 9:16 ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഉണ്ട് അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നമുക്കത് ആദ്യം എഴുതി വയ്ക്കാം. എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എത്ര മണിക്കാണ്? 9:16 അല്ലേ? അപ്പോൾ നമുക്ക് ആരോ മാർക്ക് എടുക്കുക. എന്നിട്ട് 9:16-ന് 9 അല്ലേ? 9-ലല്ലേ ഹവർ ഹാൻഡ് വരിക? അപ്പോൾ 9-ൽ കുഞ്ഞൊരു 9 കുറച്ചാണ് കഴിയാം അല്ലേ? കുഴപ്പമില്ല. 9-ൽ 16 ഏതാ വരിക? 9-ൽ നമ്മൾ ഇട്ടു ചെറിയ സൂചി, അതായത് ഹവർ ഹാൻഡ്. 16 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? 9, 16, 5, 10, 15 കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ 31 കണ്ടില്ലേ? അതേപോലെ 15 കഴിഞ്ഞ ഒരു ലൈന്, അതായത് ഒരു പോയിൻ്റ്. അപ്പോൾ 9, 16. ഓക്കെ, ഒരു പോയിൻ്റ് ആയിരുന്നെങ്കിൽ എന്തായി? 9:16 എഡ്യൂക്കേഷണൽ പ്രോഗ്രാമായി. ഓക്കെ, ക്ലിയർ? ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. The rocket launched 8 seconds after 7 o'clock from the Satish Dhawan Space Center, passed the first stage at 32 minutes and 45 seconds after 8 o'clock. എന്തതിൻ്റെ അർത്ഥം? ദി റോക്കറ്റ് ലോഞ്ച്ഡ് 8 seconds after 7 o'clock. അതായത് 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു? റോക്കറ്റ് ലോഞ്ച് ചെയ്തു. അതായത് റോക്കറ്റിന് നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് പറയില്ലേ, ഇവിടുന്ന് സ്പേസിലോട്ട് വിട്ടു. പാസ് ദി ഫസ്റ്റ് സ്റ്റേജ് അറ്റ് 32 minutes ആൻഡ് 45 seconds ആഫ്റ്റർ 8 o'clock. അതായത് 8 o'clock കഴിഞ്ഞിട്ട് എന്താണ്? 8 o'clockന് ശേഷം, 8 മണിക്ക് ശേഷം 32 മിനിറ്റ്. 32 നമ്മൾ നേരത്തെ 31 കണ്ടില്ലേ? അതേപോലെ 32 മിനിറ്റും 45 സെക്കൻഡ്സും. സെക്കൻഡ് സൂചി മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും ഞാൻ പറഞ്ഞു. ഇനി ഒരു സെക്കൻഡ് ഹാൻഡ് ഉള്ളത് നമ്മളെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂചിയാണ് ഹവർ ഹാൻഡ് അല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ ഏറ്റവും വലിയ സൂചിയാണ് അത്. അപ്പം നമുക്ക് ഇതിൽ കാണാം 45, അതായത് 9-ലാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 32 minutes and 45 seconds after 8 o'clock. 8 o'clock കഴിഞ്ഞിട്ട് 32 minutes-ഉം 45 seconds-ഉം. ഓക്കെ,
ദി ബ്ലൂ ഹാൻഡ് ഷോസ് സെക്കൻഡ്സ്. കണ്ടോ, ബ്ലൂ ഹാൻഡിലാണ് സെക്കൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വി ക്യാൻ ഫൈൻഡ് സെക്കൻഡ്സ് ബൈ കൗണ്ടിങ് ദ സ്മോൾ ലൈൻസ്. കണ്ടോ, ഓരോ ചെറിയ ചെറിയ ലൈൻസ് കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ്സ് കിട്ടും. സ്റ്റാർട്ടിങ് അറ്റ് 12, the second hand takes 60 seconds to come back again to 12. അതായത് 12-ൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഓരോ സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്ത് 12-ൽ വീണ്ടും എത്തുമ്പോൾ എത്ര സെക്കൻഡ് ആയിട്ടുണ്ടാവും? 60 സെക്കൻഡ് അല്ലേ? ഈ 60 സെക്കൻഡ്, അതായത് ഈ സെക്കൻഡ് സൂചി ഈ 12-ൽ നിന്ന് തിരിഞ്ഞ് ഈ ഒരു 12-ൽ വീണ്ടും എത്തുമ്പോഴാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡ്സ്. 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. ഓക്കെ. നോട്ട് ദിസ് ന്യൂസ്. ആശ മാർക്ക് ദീസ് ടൈംസ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ക്ലോക്ക്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ദി ഫസ്റ്റ് ക്ലോക്ക് ഷോസ് 7 hours 8 seconds അല്ലേ? ഫസ്റ്റ് ക്ലോക്ക് എങ്ങനെയാണ്? 7 hours, അതായത് 7 മണിയും 8 സെക്കൻഡും ആണ് ഈ ഫസ്റ്റ് ക്ലോക്കിലുള്ളത്. സെക്കൻഡ് ക്ലോക്കിലോ നമ്മൾ എങ്ങനെ പറയാ? 8 hours 32 minutes and 45 seconds അല്ലേ? അപ്പം നമുക്കിത് എഴുതി നോക്കിയാലോ. എങ്ങനെ എഴുതാ? 8 hours 32 minutes എത്ര സെക്കൻഡാണ്? 45 seconds. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് നമ്മൾ ക്ലോക്കിൻ്റെ ടൈം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഷീറ്റായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് എന്തായാലും വേണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്